Hi all, welcome back to my channel Unique Eats. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ വരികയാണ്. എല്ലാവർക്കും സെയിൽ ചെയ്യാനും അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കാനും ഒക്കെ ഈ ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത് ഞാൻ സെയിൽ ചെയ്യുന്ന റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇതിൽ നമ്മൾ ഓവനോ ബീറ്ററോ ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കേക്കാണ്. നമുക്ക് ഒരാഴ്ച വരെ ഒരു കേടും ആവാതെ വീട്ടിൽ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും ഒന്നും ആവാത്ത കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോൺ ആൽക്കഹോളിക് ആണ് കേട്ടോ. ആൽക്കഹോളൊന്നും ചേർക്കാത്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് സോക്ക് ചെയ്യണം. ഒരുപാട് സമയമൊന്നും സോക്ക് ചെയ്യേണ്ട. ഒരു അരമണിക്കൂർ മിനിമം സോക്ക് ചെയ്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഓവനായിട്ട് ഫുള്ളായിട്ട് സോക്ക് ചെയ്യാം. എത്രത്തോളം സമയം നിങ്ങൾ സോക്ക് ചെയ്യാൻ എടുക്കുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഇത് ഡ്രൈ ഫ്രൂട്ട്സിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഇത്രയും സാധനങ്ങളാണ്. എല്ലാം 1/4 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് അളവിൽ ചെറീസ്, 1/4 കപ്പ് അളവിൽ 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി, 1/4 കപ്പ് അളവിൽ കറുത്ത മുന്തിരി, 1/4 കപ്പ് അളവിൽ ആ ഒരു യെല്ലോ കളർ മുന്തിരിയും, പിന്നെ ഒരു 1/4 കപ്പ് അളവിൽ കാരക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഇടുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചെറീസും അതേപോലെ കാരക്കയും നിർബന്ധമല്ല കേട്ടോ. ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്. ബാക്കി 3 എണ്ണം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇടുന്ന സമയത്ത് കറുത്ത മുന്തിരി കുറച്ച് അധികം ഇടുക. അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാറുള്ളത്. പ്ലം കേക്കിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു കറുത്ത റേസിൻസ് ആണ് ഉണ്ടാവാറുള്ളത്. ഇനി ഞാനിവിടെ സോക്ക് ചെയ്യാൻ എടുത്തേക്കുന്നത് 1/4 കപ്പ് അളവിൽ ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ. നോർമൽ ഓറഞ്ച് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഒരു ഓറഞ്ച് ഒട്ടും വെള്ളം ചേർക്കാതെ ജസ്റ്റ് അത് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമാണ് കേട്ടോ 1/4 കപ്പ് എടുക്കുന്നത്. വെള്ളം ഒട്ടും ആഡ് ചെയ്യരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രാത്രി മുന്നേ ഒക്കെ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ പ്ലം കേക്കിന് കുറച്ചും കൂടെ നല്ലൊരു റിച്ച് ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യേണ്ടത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. കുറച്ചൊരു ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത്. അത് മെൽറ്റ് ആകുന്നതിനനുസരിച്ച് ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഇങ്ങനെ തെറിച്ചിട്ട് പോകും. അപ്പോൾ അടുത്ത് നിന്നിട്ട് ഒഴിക്കാണ്ടിരിക്കുക കേട്ടോ. ഇതേപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. ഇതിൻ്റെ മുകളിലൊക്കെ നല്ല പോലെ ബബിൾസ് വരും. അങ്ങനെ ആ ഒരു ബബിൾസ് വന്നിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുത്താൽ നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടും. ഒരുപാട് അങ്ങ് കറുപ്പിക്കേണ്ട. അങ്ങനെ കറുപ്പിച്ച ഒരു കയ്പ്പ് ടേസ്റ്റ് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കാരമലാണ് നമ്മുടെ കേക്കിന് കളറ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല ബ്ലാക്ക് കളറിലായിരിക്കും ഈ ഒരു പ്ലം കേക്ക് ഉണ്ടാവുക. അവർ കാരമൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും, നല്ല കറുപ്പ് കളറിൽ. അപ്പോൾ അത് വാങ്ങിക്കാൻ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിന് കടയിൽ നിന്ന് വാങ്ങുന്ന അത്ര ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫാക്കിയിട്ട് മാറ്റി വയ്ക്കാം. അത് ചൂടാറുമ്പോഴേക്കും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഒരു 3 ചെറിയ പീസ് പട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 7-8 പീസ് ഗ്രാമ്പുവും ഒരു ഏലക്കായും ചെറിയൊരു നട്ട്മെഗ്, നമ്മുടെ ജാതിക്കയുടെ ആ ഒരു കുരുവിൻ്റെ ചെറിയൊരു പീസും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതെല്ലാം കൂടെ പൊടിക്കുന്ന സമയത്ത് ഒരു 1 ടീസ്പൂണിൻ്റെ കുറച്ച് അധികം ഉണ്ടാവും. അത് മുഴുവനായിട്ട് നമുക്ക് കേക്കിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കുക. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും നമ്മൾ നേരത്തെ പൊടിച്ചിട്ടുള്ള ആ ഒരു ഗ്രാമ്പൂ അതിൻ്റെയൊക്കെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതെല്ലാം കൂടെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 1 ടീസ്പൂണിൻ്റെ പുറത്തുണ്ട്. അതും ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഒറ്റ പ്രാവശ്യം മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പൈസസ് ആണ് നമുക്ക് കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. വാനില എസൻസ് നമ്മളിതിൽ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല, 1/2 ടീസ്പൂണൊക്കെ ഒഴിക്കുന്നുള്ളൂ. പക്ഷേ അല്ലാതെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഈ ഒരു സ്പൈസസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതെന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ട് അതിലോട്ട് 50 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വിസ്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. നമ്മൾ ബീറ്ററിൻ്റെ ആവശ്യമൊന്നും ഒട്ടുമില്ല കേട്ടോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇതിലൊരുപാട് മിക്സിംഗ് ഒന്നും വരുന്നില്ല, അതായത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
ഇതും വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ട് വരും. അങ്ങനെ ഇതേപോലെ നല്ല തിക്കായിട്ട് കട്ട പിടിച്ച് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. റൂം ടെമ്പറേച്ചറിലതായതും ഫ്രിഡ്ജിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു മുട്ടയെ കൂടെ പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. 2 മുട്ടയാണ് ടോട്ടൽ നമ്മൾ ഇതിലോട്ട് എടുക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചൊഴിക്കേണ്ട. അങ്ങനെ ഒരുമിച്ച് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഒരു ബട്ടറും ഇതും കൂടെ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് പൊട്ടിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിട്ടിട്ട് ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ആണുള്ളതെന്നുണ്ടെങ്കിലും നിങ്ങളിത് ഒരുപാട് ബീറ്റ് ചെയ്യരുത്. നമ്മൾ കേക്കിനൊന്നും ബീറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇത് ഞാനിപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരമൽ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് ചിലപ്പോൾ കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് ലൂസായി കിട്ടിക്കോളൂ കേട്ടോ. അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ബാച്ച് ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് കേട്ടോ ഇതിലോട്ട് തട്ടി കൊടുക്കുന്നത്. അതിനുശേഷം വിസ്ക് വെച്ചിട്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കായിട്ടിരിക്കും. അത് കാര്യമാക്കണ്ട. കാരണം നമ്മളതിലോട്ട് നമ്മുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ സോക്ക് ചെയ്തിട്ടുള്ള ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വിസ്ക് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും അത് മിക്സ് ആയിക്കോളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ നിങ്ങളത് സോക്ക് ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അരമണിക്കൂർ കാത്ത് നിൽക്കേണ്ട. ബാക്കിയെല്ലാം കൂടെ സെറ്റ് ആകുമ്പോഴേക്കും ഏകദേശം അത് അരമണിക്കൂർ ആയിക്കോളും. അപ്പോൾ ഇതേപോലെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പ്ലം കേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഈ ഒരു വെറ്റ് ഇൻഗ്രീഡിയൻസിനേക്കാൾ കൂടുതൽ അളവിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലേ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ നമുക്ക് ആ ഒരു പ്ലം കേക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 3 ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് യെല്ലോ കളർ റൈസിൻസും ബ്ലാക്ക് കളർ റൈസിൻസും ആ ഒരു ടൂട്ടി ഫ്രൂട്ടിയും എല്ലാം കൂടെ ഒരു 1.25 കപ്പിൻ്റെ അടുത്ത് എടുക്കുക കേട്ടോ. 1.5 കപ്പിൻ്റെ അടുത്ത് എടുക്കുക. അതാകുന്ന സമയത്ത് ഏകദേശം ഇതിലോട്ട് ഇടുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ കാഷ്യൂനട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്യൂനട്ട് ചേർക്കുന്ന സമയത്ത് കുറച്ച് മൈദപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചേർക്കുക. ഇത് താഴേക്ക് ഇങ്ങനെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ ചേർത്ത് ഇതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡിയായി. ഇനി ഞാനിത് ബേക്ക് ചെയ്യാൻ പോവുകയാണ്. 6 ഇഞ്ചിൻ്റെ ഗ്രീസ് ചെയ്തിട്ടുള്ളൊരു പാത്രത്തിലോട്ടാണ് കേട്ടോ ഇത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്ലം കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 500 ഗ്രാമാണ്. അപ്പോൾ കൂടുതൽ ഹൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ഇഞ്ചിൻ്റെ പാത്രത്തിൽ ചെയ്താൽ മതി. അപ്പോൾ പാത്രത്തിൻ്റെ ടിന്നിൻ്റെ അളവ് ചെറുതാവുന്നതിനനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം കൂടും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഒരുപാട് സമയം പുറത്ത് വെക്കരുത്. അങ്ങനെ വെക്കുന്ന സമയത്തും ഈ ഒരു ബേക്കിംഗ് സമയം കൂടും. പൊതുവേ ഈ ഒരു പ്ലം കേക്കിന് ബേക്കിംഗ് സമയം കൂടുതലാണ്. ഇത് ബേക്ക് ചെയ്യാനായിട്ട് 1 മണിക്കൂറും 15 മിനിറ്റുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.25 മണിക്കൂർ കൊണ്ടാണ് ഈ ഒരു കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിപ്പോൾ നല്ലപോലെ പാത്രത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്തിട്ട് ഞാനിത് ബേക്ക് ചെയ്യുന്നത് ബിരിയാണി പോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബിരിയാണി പോട്ട് ഞാൻ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അതെന്തായാലും ചെയ്യണം. അതിനുശേഷം ഈ ഒരു ബാറ്റർ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈയിൽ വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മീഡിയത്തിൽ നിന്ന് ഏറ്റവും ലോ ആക്കി വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മണിക്കൂർ എന്തായാലും വേണം. അപ്പോൾ നിങ്ങളുടെ ടിന്നിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഈ ഒരു ബേക്കിങ്ങിൻ്റെ സമയത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ചെറിയ ടിന്ന എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സമയം കുറച്ചും കൂടെ കൂടും. വലിയ ടിന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കുറയും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. 1 മണിക്കൂർ എന്തായാലും ഇത് ബേക്ക് ആവാനായിട്ടുള്ള സമയം വേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ കളറായി കിട്ടിയിട്ടുമുണ്ട് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലം കേക്കാണ്. കടയിൽ നിന്ന് വാങ്ങുന്നേക്കും
അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ഈ റെസിപ്പി 100% സക്സസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.